بسم الله الرحمن الرحيم. وعادا وثمود وقد تبين لكم من مساكنهم وزين لهم الشيطان أعمالهم فصدهم عن السبيل وكانوا مستبصرين وقارون وفرعون وهامان ولقد جاءهم موسى بالبينات فاستكبروا في الأرض وما كانوا سابقين فكلا أخذنا بذنبه فمنهم من أرسلنا عليه حاصبا ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1355 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعادا وثمود وقد تبين لكم من مساكنهم وزين لهم الشيطان أعمالهم فصدهم عن السبيل وكانوا مستبصرين وقارون وفرعون وهامان ولقد جاءهم موسى بالبينات فاستكبروا في الأرض وما كانوا سابقين فكلا أخذنا بذنبه فمنهم من أرسلنا عليه حاصبا ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മദിയൻ സമൂഹത്തിലേക്ക് അവരുടെ തന്നെ സഹോദരനായ ഷുഐബ് അലൈഹിസ്സലാമിനെ ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിനായി അയക്കുകയുണ്ടായി എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കിയത്. തന്റെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായത് ഉഅ്ബുദുല്ലാഹ വർജുൽ യൗമൽ ആഖിർ. നിങ്ങൾ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന് അടിമപ്പെട്ടുകൊണ്ട് അന്ത്യനാളിനെ പ്രതീക്ഷിക്കുന്നവരായിട്ട് കഴിയുക. ഭൂമിയിൽ വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരായി, അരാജകത്വവും നിയമരാഹിത്യവും ഉണ്ടാക്കുന്നവരായി, താന്തോന്നികളായി ജീവിക്കരുത് എന്നതാണ് നിർദ്ദേശിക്കുകയുണ്ടായത്. ഷുഐബ് അലൈഹി ഇസ്ലാം തന്റെ ജനതയോട് പ്രത്യേകമായിട്ട് താക്കീദിന്റെ രീതിയിൽ പറഞ്ഞ കാര്യം അതാണ്. സാമ്പത്തികമായ അരാജകത്വവും നിയമരാഹിത്യവും നെറികേടുമൊക്കെ കാണിച്ചുകൊണ്ട് നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാക്കിയ ആളുകളായിരുന്നു ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ മദിയൻ വാസികളായ ആ സമൂഹം. എന്നാൽ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ താക്കീതുകളോ
അദ്ദേഹം അവർക്ക് നൽകിയിരുന്ന ജീവിത മാർഗദർശനമോ ഒന്നും ഉൾക്കൊള്ളാനും അത് പിൻപറ്റാനും ഒന്നും അവർ സന്നദ്ധരായില്ല. അവർ അദ്ദേഹത്തെ കളവാക്കി. അതിനെ തുടർന്ന് അള്ളാഹു ആ സമൂഹത്തെ പിടികൂടുകയും ചെയ്തു. ഒരു പ്രകമ്പനം അവരെ പിടികൂടി. അവരൊക്കെയും തന്നെ അവരുടെ വാസസ്ഥലങ്ങളിലായിട്ട് ജഡങ്ങളായി വീണ് കിടന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അവർ മരിച്ചു വീണു. അവരെ താമസ സ്ഥലങ്ങളിലായിട്ട് അവരുടെ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു എന്നതാണ്. ഒരു പ്രകമ്പനം മാത്രമേ അതിന് വേണ്ടതുണ്ടായുള്ളൂ. എല്ലാവരും തന്നെ പ്രജ്ഞയറ്റവരായി, ചേതനയറ്റവരായി, ജീവൻ നഷ്ടപ്പെട്ടവരായി അവരുടെ താമസ സ്ഥലങ്ങളുടെ ഇടങ്ങളിൽ വീണ് കിടക്കുകയായിരുന്നു അവരൊക്കെയും തന്നെ. ഷുഐബ് അലൈഹിസ്സലാം ദൈവിക ദൗത്യം നിർവഹിച്ച മദിയൻ ഭൂപ്രദേശത്തെ ആളുകളുടെ അവരെ ഏറ്റുവാങ്ങേണ്ടി വന്ന ദൈവിക ശിക്ഷയെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ വ്യക്തമായി പരാമർശിക്കുകയുണ്ടായത്. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകൾ കടന്നു വരുന്നത്. 38 മുതൽ 40 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു വേറെയും ചില സമൂഹങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ച നടപടി എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. വിശദമായിട്ട് വേറെ പല സൂറത്തുകളിലും പ്രതിപാദിക്കപ്പെട്ട സമൂഹങ്ങളാണ്. അവരുടെ നിലപാടുകളെ കുറിച്ചൊക്കെ അവർ സ്വീകരിച്ച പ്രവാചകന്മാരോട് അവർ സ്വീകരിച്ച നിലപാടുകളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് അവർ കാണിച്ച ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ എത്രത്തോളം കടുപ്പമുള്ളതായിരുന്നു എന്നതൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് പല സൂറത്തുകളിലും നമുക്ക് നേരത്തെ ഇതിനകം നമ്മൾ പഠന വിധേയമാക്കിയ സൂറത്തുകളിൽ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ചില സമൂഹങ്ങളെയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിലായിട്ട് അള്ളാഹു പരാമർശിക്കുന്നത്. അവരെ എല്ലാവരെയും വളരെ ആറ്റിക്കുറുക്കിയ ഒരു ശൈലിയിൽ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആദൻ വസമൂദ രണ്ട് സമൂഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആദിനെയും സമൂദിനെയും ഇതേ വിധത്തിൽ നാം നശിപ്പിക്കുകയുണ്ടായി എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഷുഐബ് അലൈഹിസ്ലാമിന്റെ സമൂഹത്തെ പരാമർശിച്ച അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന ദൈവിക ശിക്ഷയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്ത് പറയുകയാണ് ആദിനെയും അതേപോലെ തന്നെ സമൂദിനെയും. ആദും സമൂദും അറേബ്യയിലെ രണ്ട് ഭാഗങ്ങളിലായിട്ട് അറേബ്യ ഇന്നത്തെ ജസീറത്തുൽ അറബിന്റെ ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭാഗമായി വരുന്ന വലിയ ഭൂപ്രദേശങ്ങളിലാണ് ഇവരുടെ മുഖ്യമായ അധിവാസ കേന്ദ്രങ്ങളായി ഉണ്ടായിരുന്നത്. അതില് സമൂദ് സമൂഹത്തിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത് പൂർണ്ണമായും തന്നെ ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭൂപ്രദേശത്തിലാണ് എന്നതും ശ്രദ്ധേയമാണ്. നമ്മൾ അതിന്റെ ആ ലൊക്കേഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ വിശദമായി നേരത്തെ പഠന വിധേയമാക്കി ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോ ആദ് എന്നതാണ് ആദിയാത്ത് എന്നൊക്കെയുള്ള പ്രയോഗം അറബി ഭാഷയിലുണ്ട്. അറേബ്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇനി വേറെ നിലക്ക് പറഞ്ഞാൽ ലോക മനുഷ്യ സമൂഹത്തെ തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പൗരാണികരായ സമൂഹം എന്ന നിലക്ക് പരാമർശിക്കപ്പെടുന്ന കൂട്ടരാണ് ആദ്. ഇന്നത്തെ റുബുൽ ഖാലി ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ, അഹഖാഫ് പോലെയുള്ള പ്രദേശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വിശാലമായ ഒരു പ്രദേശം. ആ പ്രദേശത്ത് അധിവസിച്ചിരുന്ന വളരെ പൗരാണികരായ ഒരു സമൂഹം. അതുകൊണ്ട് ഏറ്റവും പഴക്കമുള്ളത്, ഏറ്റവും പുരാവസ്തുക്കളായ സംഗതികൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഇന്ന് അറബി ഭാഷയിൽ ആദിയാത്ത് എന്നുള്ള പ്രയോഗം നിലവിലുള്ളത്. അത് ആദ് സമൂഹത്തിന്റെ പേരിൽ നിന്ന് നിഷ്പന്നമായ ഒരു പ്രയോഗമാണ്. അപ്പോ ആദിനെയും സമൂദിനെയും ഇതേ വിധത്തില് ദൈവിക നടപടികൾക്ക് വിധേയമാക്കപ്പെട്ടു എന്നതാണ് ഇവിടെ പറയുന്ന കാര്യം. അത് വിശദമായിട്ട് പറയുന്നില്ല. ആ വ്യാകരണപരമായി ആദൻ വസമൂദ എന്ന് വരുന്നതോടുകൂടി തന്നെ അതിന്റെ മുമ്പുള്ള ആയത്തില് മദിയൻകാരുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇവരുടേതും ഇവരെയും എന്ന ഒരർത്ഥമാണ് അതിന് വരിക. അപ്പോ ആദിനെയും സമൂദിനെയും നാം ഇതേ വിധത്തില്
ദൈവിക ശിക്ഷക്ക് വിധേയരാക്കുകയുണ്ടായി എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. ആദ് ഒരു സമൂഹത്തിന്റെ പേരാണ്, സമൂദ് വേറൊരു സമൂഹത്തിന്റെ പേരാണ്. രണ്ട് ഗോത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ രണ്ട് സമൂഹങ്ങളായിട്ടോ ഒക്കെ അവരെ പരിചയപ്പെടുത്തപ്പെടാറുണ്ട്. സ്വാലിഹ് അലൈഹിസ്സലാം ദൗത്യ നിർവഹണം നടത്തിയ ഒരു സമൂഹമാണ് സമൂദ്. അതുപോലെ ഹൂദ് അലൈഹിസ്സലാം ദൈവിക ദൗത്യം ഏറ്റെടുത്ത് നിർവഹിച്ച ഒരു സമൂഹമാണ് ആദ്. രണ്ട് പൗരാണിക സമൂഹങ്ങളാണ്. ഇവരെ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം അവരുടെ വാസസ്ഥലങ്ങളിൽ അവശേഷിക്കുന്ന അവരുടെ ശേഷിപ്പുകൾ, അവരുടെ ആസാറുകള് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിത്യജീവിതത്തില് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുമായിരുന്ന അത്രയും പരിചയമുള്ള ചരിത്രാവശിഷ്ടങ്ങളാണ്. അവരുടെ പ്രധാനപ്പെട്ട യാത്രകൾക്കിടയിൽ യാത്രാമധ്യേ അവര് ദിനേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്ന ആസാറുകൾ, അവശിഷ്ടങ്ങളാണ് ആദിന്റെയും സമൂദിന്റെയും കാര്യത്തിൽ അവർക്ക് കാണാനും പരിശോധിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന വിധത്തില് അവരുടെ ഇടവും വലവുമായി ഉണ്ടായിരുന്നത്. അപ്പൊ അള്ളാഹു ഈ സമൂഹങ്ങളുടെ കാര്യം മക്കയിലെ ആളുകളെ ഇപ്പോഴത്തെ നിഷേധത്തിന്റെ നിലപാട് കനപ്പിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ കേൾപ്പിക്കുകയാണ്. പൂർവിക സമൂഹങ്ങൾ, നിങ്ങളെപ്പോലെ മസിൽ പിടിച്ചുകൊണ്ട് നിന്ന ഒരുപാട് സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യം ഉൾക്കൊള്ളാനോ അതിനെ അംഗീകരിക്കാനോ കൂട്ടാക്കാതെ സ്വന്തം മസിൽ പവറിൽ എല്ലാറ്റിനെയും നേരിട്ട് കളയാം, ഞങ്ങൾ അതിജയിക്കുന്നവരായിരിക്കും എന്ന നിലക്ക് ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന സമൂഹങ്ങള് ഈ ഒരു ധാർഷ്ട്യവും ഈ ഒരു ധിക്കാരവും ചരിത്രത്തിൽ ആദ്യം കാണിക്കുന്ന കൂട്ടർ നിങ്ങളൊന്നുമല്ല. നിങ്ങളുടെ മുന്നേ ഇതുപോലെ പല സമൂഹങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും അള്ളാഹുവിനെ തോൽപ്പിക്കുകയുണ്ടായിട്ടില്ല. വിധിയെ അങ്ങ് മറിച്ചിട്ട് കളയാം എന്നൊന്നും അവർക്ക് തോന്നിയത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഈ കാര്യമാണ് അള്ളാഹുവിടെ എടുത്തു പറയുന്നത്. വാദൻ വസമൂദ, ആദിനെയും സമൂദിനെയും നാം നശിപ്പിക്കുകയുണ്ടായി. വഖത്തബയ്യനലക്കും മിൻ മസാകിനിഹിം, നിങ്ങൾക്ക് അവരുടെ പാർപ്പിടങ്ങളും പരിസരങ്ങളും ഒക്കെ വ്യക്തമാക്കപ്പെട്ടതാണല്ലോ. വഖത്തബയ്യനലക്കും, നിങ്ങൾക്കായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തില് അതിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്തു തന്നിട്ടുള്ളതാണ്. മിൻ മസാകിനിഹിം, അവരുടെ പാർപ്പിടങ്ങള്, അവരുടെ വാസസ്ഥലങ്ങള്, അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ അത് കണ്ടിട്ടുണ്ട്, പലപ്പോഴും നിങ്ങൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ ദൃഷ്ടി പതിഞ്ഞിട്ടുള്ള, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളായിരുന്നു അവരുടെ പാർപ്പിടങ്ങളും വാസസ്ഥലങ്ങളും ഒക്കെ. വസയ്യന ലഹുമു ശൈത്വാനു അഅ്മാലഹും, പിശാച് അവരുടെ ചെയ്തികൾ അവർക്ക് വളരെ ആകർഷകമായി കാണിക്കുകയായിരുന്നു. ഭൗതികാർത്ഥത്തില് സാങ്കേതികമായും ശാസ്ത്ര നേട്ടങ്ങളിലും അതുപോലെ നാഗരിക മുന്നേറ്റത്തിലൊക്കെ വളരെ പുരോഗതി നേടിയിട്ടുണ്ടായിരുന്ന, മുന്നിട്ട് നിന്നിരുന്ന ആളുകളായിരുന്നു ഇവരൊക്കെയും തന്നെ. ദൗർബല്യം പേറുന്നവരോ അല്ലെങ്കിൽ ദുരിതക്കയത്തിൽ കഴിഞ്ഞിരുന്നവരോ ഒന്നും ആയിരുന്നില്ല. അതും സമൂഹവും ഒക്കെ തന്നെ ഭയങ്കര തലയെടുപ്പുണ്ടായിരുന്ന സമൂഹങ്ങളായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങള് പാറക്കെട്ടുകൾ തുറന്നുകൊണ്ട് അവർ വീടുണ്ടാക്കി കഴിഞ്ഞിരുന്നത്, അത് നൽകിയിരുന്ന സുരക്ഷിതത്വത്തെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന അവരുടെ അഹന്ത, ഇതൊക്കെ തന്നെ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന സംഗതികളാണ്. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത്, അവർക്ക് അവരുടെ നേട്ടങ്ങളുടെ പേരിൽ വലിയൊരു നിഗളിപ്പും അഹന്തയും ഒക്കെ ഉണ്ടായി വന്നു. പിശാച് അവരുടെ മനസ്സിൽ സ്വന്തം കഴിവുകളെയും അതുപോലെ പ്രതിഭയുടെയും ഒക്കെ പേരിൽ ഒരല്പം അഹന്ത ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ അഹന്തയിൽ നിന്ന് നമ്മളും വിട്ടുനിൽക്കുന്നൊന്നുമില്ല. ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യര് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അതുപോലെ നാഗരിക മുന്നേറ്റത്തിന്റെയും ഒക്കെ നിഗളിപ്പിലാണ് കഴിയുന്നത്. അവരുടെ നേട്ടങ്ങളായിട്ട് പൂർവിക സമൂഹങ്ങളെ അപേക്ഷിച്ച് എന്തൊക്കെ ഗംഭീരങ്ങളായ നേട്ടങ്ങളാണ് അവര് കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്നത്. വൈദ്യുതിയുണ്ട്, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുണ്ട്, ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
ലോകം തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങളെ അവര് സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ പ്രപഞ്ചനാഥന്റെ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ തോൽപ്പിച്ച് കളയാനൊന്നും കഴിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ മനുഷ്യൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. നേട്ടങ്ങളുടെ പേരിൽ അഹന്തയും നിഗളിപ്പും ദൈവനിഷേധവുമാണ് അവരിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് കാണാൻ കഴിയും. ആധുനിക പടിഞ്ഞാറൻ സമൂഹം വിശേഷിച്ച് നമുക്കറിയാം. അവര് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല നേട്ടങ്ങളും ലോകത്തിന്റെ നെറുകയിലെത്താൻ അവരെ സഹായിച്ചിട്ടുണ്ട്. അവര് ബഹിരാകാശത്ത് ഒക്കെ യാത്ര ചെയ്ത് വളരെ വലിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ മനുഷ്യൻ അവന്റെ പരിമിതികളെ ഭേദിക്കാൻ പോകുന്നില്ല. ഇതുപോലെയുള്ള നേട്ടങ്ങൾ മുമ്പ് ആദിനും സമൂദിനും അതുപോലെയുള്ള സമൂഹങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിശാച് എന്താ ചെയ്തത്? ആ ഘട്ടത്തില് വസയ്യന ലഹുമു ശൈത്വാനു അഅ്മാലഹും, തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കരാണ്, ഗംഭീരാണ് എന്നുള്ളൊരു തോന്നല് പിശാച് അവരിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവരുടെ കർമ്മങ്ങളെ, അവരുടെ ചെയ്തികളെ അവർക്ക് വളരെ ആകർഷകമായി പിശാച് കാണിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് അതില് ഒരു ഔദത്യബോധം ഉണ്ടാവുകയാണ്, ഒരു നിഗളിപ്പും അഹന്തയും ഒക്കെ ഉണ്ടാവുകയാണ്. നമ്മുടെ ഭാഷയിൽ പലപ്പോഴും നമ്മൾ പറയാറുള്ള സ്വകാര്യ അഹങ്കാരമൊക്കെ ആയിട്ടാണ് അവര് പലതിനെയും കൊണ്ടു നടക്കുന്ന അവസ്ഥ ഉണ്ടായത്. അഹങ്കരിക്കാനായി മനുഷ്യന്റെ കയ്യിൽ എന്തുണ്ട്? മനുഷ്യന് എത്രത്തോളം സാധിക്കും അവന്റെ നിഗളിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ? അവന്റെ ദൗർബല്യവും അവൻ എത്ര ദുർബലനാണ്, അശക്തനാണ് എന്നത് അവന് നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അവന്റെ അസ്തിത്വത്തിന്റെ സകല സംഗതികളും തന്നെയും ഒരു ഞാണിന്മേൽ ഇങ്ങനെ ഒടുക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ പോലെ മാത്രമാണ് അവന്റെ ജീവനുള്ളത്. ഏത് നിമിഷവും കൈമോശം വന്നു പോകാവുന്ന ഒരു സംഗതിയാണ് അവന്റെ ജീവൻ, അവന്റെ ബുദ്ധി, അവന്റെ കഴിവുകൾ. ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉള്ളത് കൊണ്ട്, അള്ളാഹു പിന്തുണ നൽകുന്നത് കൊണ്ട് മാത്രം അവന് ബുദ്ധിപരമായ പല മുന്നേറ്റങ്ങളും നടത്താൻ കഴിയുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ അതൊന്നും സ്ഥിരമായി അവന് അനുഭവിക്കാൻ കഴിയുന്ന സംഗതിയല്ല. ഒരുപാട് വാരിയബിൾസിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രം നിലനിൽക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെയും തന്നെ. ഇതൊക്കെ മറിച്ചും സംഭവിക്കാം. ഇപ്പൊ നമ്മുടെ ബഹിരാകാശ യാത്രികര് അപ്രതീക്ഷിതമായി ചില സാഹചര്യങ്ങൾ കാരണമായി പ്രതീക്ഷിച്ചതിനേക്കാൾ 8-9 മാസങ്ങളൊക്കെ ബഹിരാകാശത്ത് കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം. അത് അള്ളാഹുവിന്റെ തൗഫീഖ് കാരണമായിട്ട് അവർക്ക് വിജയത്തിൽ എത്തിച്ച് തിരികെ എത്താൻ സാധിച്ചു. മറിച്ചും സംഭവിക്കാമായിരുന്നതാണ്. അവിടുത്തെ സ്റ്റേ ഇമ്പോസിബിൾ ആവുകയും അവരെ രക്ഷപ്പെടുത്താൻ ഭൂമിയിൽ നിന്നുള്ള ശ്രമങ്ങള് ഫലപ്രദമാവാതിരിക്കുകയൊക്കെ ചെയ്യാമായിരുന്നതാണ്. കാരണം ഇതൊക്കെ യാദൃച്ഛികതയുടെ അല്ലെങ്കിൽ പടച്ചതമ്പുരാന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാത്രം വിജയകരമായി മാറിയതാണ്. അത് ഷിയർ ലക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. ഭാഗ്യം മാത്രമാണ്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രത്യേകം കനിഞ്ഞു നൽകിയത് മാത്രമാണ് ആ ഒരു വിജയം എന്നത്. അപ്പോ മനുഷ്യന് പക്ഷെ ഇതിന്റെ പേരിൽ നിഗളിക്കുകയാണെങ്കിൽ, ഞങ്ങൾ അതാക്കി ഇതാക്കി അവിടെ കീഴടക്കി ഇവിടെ മുന്നേറ്റം നടത്തി, അതൊക്കെ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തില് അവന്റെ അല്പത്വമാണ് അവന് നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് പറയുമ്പോ പോലും, അത് പറയാൻ നാക്ക് പൊക്കാൻ സാധിക്കുന്നത് പോലും അള്ളാഹുവിന്റെ അവനായി നൽകിയിട്ടുള്ള, മനുഷ്യന് നൽകിയിട്ടുള്ള ചില ശേഷിയും കഴിവും ഒക്കെ പിൻവലിക്കപ്പെടാത്തത് കൊണ്ട് മാത്രമാണ്. ഏത് നിമിഷം വേണമെങ്കിലും മനുഷ്യന് ഇത്തരം അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം. ഒരു വാക്ക് ഉച്ചരിക്കാനോ ഉരിയാടാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യന് പരിവർത്തിതമാകാൻ നിമിഷങ്ങൾ പോലും വേണ്ടതില്ല. അപ്പോ പക്ഷേ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയ സമൂഹങ്ങൾ, ഉദാഹരണത്തിന് അക്കാലത്ത് സമൂഹത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാറക്കെട്ടുകളെ തുരന്ന് വിശാലമായ വീടുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ മുന്നേറ്റമാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് സാധിച്ചു എന്നത് അവരെ അഹങ്കാരികളാക്കി മാറ്റുകയാണ് ഉണ്ടാവുന്നത്. അവര് മറ്റു പലരുടെയും മുന്നില് ഒരു നിഗളിപ്പ് കാണിക്കുന്ന ആളുകളായി മാറുക. എന്നിട്ട് പിശാച് വസയ്യന ലഹുമു ശൈത്വാനു അഅ്മാലഹും, തങ്ങളുടെ പ്രവർത്തനങ്ങള്, തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അവർക്ക് വളരെ 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 കമനീയമായി, ആകർഷകമായിട്ട്
ഒരു വളരെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഈഗോ ഉണ്ടാകുന്ന വിധത്തില് അവരിൽ സ്വാധീനം ചെലുത്തുകയാണ് പിശാച്. പിശാച് ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുക, ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും കേമന്മാര് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഒന്നും കൂസേണ്ടതില്ല, അവരെ ഒന്നും ഗൗനിക്കേണ്ടതില്ല എന്ന വിധത്തില് എന്ന് പറഞ്ഞ ഇതിന്റെ സ്വാഭാവികമായ പരിണിതി എന്ന് പറയുന്നത് ഈ മനുഷ്യൻ അഹങ്കാരികളായി മാറുന്നു എന്നതാണ്. നമുക്കറിയാം, യൂറോപ്പ് തകർന്നടിയാൻ കാരണമായ 2 ലോകയുദ്ധങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് എപ്പോഴാണ് ആ 2 ലോക യുദ്ധങ്ങളിലേക്ക് യൂറോപ്പ് എത്തിയത്? അവര് വലിയ നിഗളിപ്പിന്റെ ആളുകളായി മാറിയ ഘട്ടത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. അവര് നടത്തിയ ശാസ്ത്ര മുന്നേറ്റം, ശാസ്ത്ര ഗവേഷണങ്ങളുടെ ഒക്കെ ഫലമായിട്ട് അവരുടെ കണ്ടെത്തലുകള്, ആറ്റം എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോംബ് നിർമ്മിച്ച് വലിയ വിനാശമുണ്ടാക്കാൻ കഴിയുന്ന മുന്നേറ്റം ഒക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് അവരുടെ തന്നെ നാശത്തിന് കാരണമാക്കി എന്നതാണ് നമ്മൾ കാണുന്നത്. 2 ലോകയുദ്ധങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, അതിന്റെ മുമ്പൊന്നും ഉണ്ടായിരുന്നില്ലാത്ത വിധത്തിൽ വലിയ വിനാശങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന, നാശം ഉണ്ടാക്കാൻ വലിയ വ്യാപകമായ വിധത്തിലുള്ള മരണം വാരി വിതറാൻ കഴിയുന്ന വിധത്തിൽ, അതും തലമുറകളോളം അതിന്റെ ദുരന്തം നിലനിർത്തുന്ന വിധത്തിൽ ഒക്കെ ചെയ്യാൻ കഴിയുന്നതായിരുന്നു അത്തരം പ്രഹരശേഷിയുള്ള അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നൊടുക്കാൻ കഴിവുള്ള, ഭൂപ്രദേശങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള അത്തരം ആയുധങ്ങളൊക്കെ തന്നെ. അതിന്റെ പേരിൽ നിഗളിച്ച സമൂഹം പിന്നെ അവരുടെ കൺമുന്നിൽ തന്നെ കാണുന്നത് ലക്ഷങ്ങളും കോടികളും ചത്തൊടുങ്ങുന്നതാണ്. അവരുടെ തന്നെ സമൂഹം അത് കാരണമായിട്ട് വലിയ തിരിച്ചടികൾ നേരിടുന്നതും ഒക്കെയാണ്. യൂറോപ്പിൽ വലിയ സാമ്പത്തിക തകർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട് 1-ാം ലോകയുദ്ധത്തെ തുടർന്ന്. നമുക്കറിയാതെ 30കളിലെ ഡിപ്രഷൻ എന്ന് പറയുന്നത് സാമ്പത്തിക മാന്ദ്യം, അതുപോലെ 2-ാം ലോകയുദ്ധത്തിനെ തുടർന്ന് യൂറോപ്പിൽ പടർന്നു പിടിച്ച നിരാശയുടെയും അതുപോലെ സ്വത്ത് പ്രതിസന്ധിയുടെയും അതിതീക്ഷ്ണവും രൂക്ഷവുമായ അവസ്ഥകൾ, ഇതൊക്കെ തന്നെ മനുഷ്യൻ വലിയ മുന്നേറ്റം നടത്തിയ ഘട്ടത്തില് അള്ളാഹുവിനെ മറന്നുകൊണ്ട് അഹന്തയില് നിഗളിപ്പ് കാണിച്ച് ധിക്കാരികളായി ജീവിച്ച ഘട്ടത്തിൽ അതിനെ തുടർന്ന് അവർ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളാണ്. അപ്പോ പിശാച് ഓരോ നേട്ടം ഉണ്ടാക്കുമ്പോഴും മനുഷ്യനെ അങ്ങനെ തോന്നിപ്പിക്കുകയാണ്, അവരുടെ ചെയ്തികളുടെ, അവരുടെ നേട്ടങ്ങളുടെ കാര്യത്തില് അത് ഭയങ്കര സംഭവമാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കണ്ടുപിടുത്തവും ഒരു ശാസ്ത്ര മുന്നേറ്റവും മനുഷ്യൻ സ്വയം ചെയ്തതല്ല. അതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന ആശയങ്ങളാണ്. ആ ആശയങ്ങളെ വികസിപ്പിച്ചെടുക്കാനും അത് പല കണ്ടെത്തലുകളാക്കാനുമുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കി കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇതുപോലെ പല കണ്ടെത്തലുകളും മനുഷ്യര് പഴയ കാലത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെയും തന്നെ മനുഷ്യ മനസ്സിൽ ഒരു ആശയം ഇട്ടുകൊടുത്തുകൊണ്ട് ക്രമപ്രവൃദ്ധമായ രീതിയിൽ ലോകത്ത് പല പ്രാപഞ്ചിക രഹസ്യങ്ങളും അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. നമുക്കറിയാലോ, ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ ബലത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥ, അദ്ദേഹം ആപ്പിൾ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തലയിൽ ആപ്പിൾ വീണപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചതാണ് ഈ ഗുരുത്വാകർഷണ ബലത്തെ കുറിച്ചുള്ള ആശയ രൂപീകരണത്തിന് അദ്ദേഹത്തെ സഹായിച്ചത് എന്നാണ്. ഇതിന്റെ മുമ്പ് എത്രയോ വലിയ ഇതിനേക്കാൾ ഭാരമുള്ള പലതും പലരുടെയും തലയിലൊക്കെ വന്ന് വീണിട്ടുണ്ടാകും. പക്ഷെ ആ ഘട്ടങ്ങളിലൊന്നും അത്തരം ആശയങ്ങൾ ഫോം ചെയ്യപ്പെടുന്നില്ല. അത് സൂചിപ്പിക്കുന്നത് തന്നെ ഈ ആശയങ്ങൾ മനുഷ്യ മനസ്സിൽ രൂപപ്പെടുന്നത് അള്ളാഹു നിശ്ചയിച്ച ക്രമവും സമയവും ആളും ഒക്കെ അനുസരിച്ചാണ്. അത് താനെ അങ്ങ് ഉണ്ടാവുന്നൊന്നുമില്ല. ഇതിന് ശേഷം എത്രയോ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിനൊന്നും ഇതുപോലെയുള്ള ഫലങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അറിവ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാത്രം ഉടമസ്ഥതയിലുള്ള ഒരു സംഗതിയാണ്. അത് ശാസ്ത്രമായാലും പ്രകൃതിയെക്കുറിച്ചുള്ളതായാലും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന പല സംഗതികളിലായാലും ഇതൊക്കെ തന്നെയും വെളിപ്പെടുത്തുന്നത് അള്ളാഹു നിശ്ചയിച്ച ക്രമപ്രകാരം മാത്രമാണ്. അതിന് പലപ്പോഴും ഐൻസ്റ്റൈനും ന്യൂട്ടനും അതുപോലെ പാരിമോറും സുനിത വില്യംസും ഒക്കെ ചട്ടുകങ്ങളും ഉപകരണങ്ങളും ആയി മാറുന്നു എന്നേ ഉള്ളൂ. ഇതൊക്കെ അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകൾ മുഖേന അത് നടപ്പിലാക്കപ്പെടുന്നു എന്നതല്ലാതെ മനുഷ്യന് ലെഫ്റ്റ് അലോൺ വളരെ സ്വതന്ത്രമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അല്ലത്.
എനിക്കിങ്ങനെ ഒരു ആശയം ഇപ്പോ മനസ്സിൽ ഉദിക്കണം എന്ന് ഞാൻ വാശി പിടിച്ചതുകൊണ്ട് എന്റെ തലയിൽ അങ്ങനെ ഒരു ആശയം ഉദിക്കുകയോ? ഒരിക്കലും സംഭവിക്കില്ല. നമ്മൾ അതിനു വേണ്ടി തപസ്സിരുന്നാൽ പോലും ഒരാശയം ഉദിച്ചെന്ന് വരില്ല. അള്ളാഹ് നിശ്ചയിച്ച ഒരു സമയത്ത് അള്ളാഹ് നിശ്ചയിച്ച ആളുടെ ആ ബോധമണ്ഡലത്തിൽ അങ്ങനെ ഒരു ആശയം ഉണ്ടാകുന്നു എന്നതല്ലാതെ വാശി പിടിച്ച ഒരാള് എനിക്ക് ഞാൻ ഇന്ന് ചെയ്തേ അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഒരു ആശയം മനസ്സിൽ വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നത് കൊണ്ട് ആശയമൊന്നും വരൂല. അതൊക്കെ അള്ളാഹു നിശ്ചയിച്ച സംവിധാനവും ക്രമവും അനുസരിച്ചേ സംഭവിക്കുന്നുള്ളൂ. പക്ഷെ പിശാച് പലപ്പോഴും ഇതൊക്കെ സ്വന്തം നേട്ടമാണ്, ഭയങ്കരമാണ് എന്നൊരു തോന്നല് മനുഷ്യരിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവിടെ ആദിന്റെയും സമൂദിന്റെയും കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതും അത് തന്നെയാണ്. അവരുടെ കഴിവുകളുടെയും നേട്ടങ്ങളുടെയും പേരിൽ അഹങ്കരിക്കുന്ന വിധത്തില് അവരുടെ മനസ്സിൽ പിശാച് അത് ഭയങ്കര സംഭവമാക്കി തോന്നിപ്പിച്ചു. ഫസദ്ദഹും അനിസ്സബീൽ. അത് കാരണമായി പിശാച് അവരെ സത്യമാർഗത്തിൽ നിന്ന്, സത്യസരണിയിൽ നിന്ന്, യഥാർത്ഥ ദൈവിക സരണിയിൽ നിന്ന് തടഞ്ഞു നിർത്തി. അഹങ്കാരം ഉണ്ടായാൽ ആ സ്വന്തം കഴിവുകളുടെയും നേട്ടങ്ങളുടെയും പേരിൽ നിഗളിപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ സത്യമാർഗത്തിലേക്ക് എത്താൻ അവന് കഴിയില്ല. അത് സത്യത്തിൽ നിന്ന് ഹക്ക് പുൽകുന്നതിൽ നിന്ന് അവനെ ബ്ലോക്ക് ചെയ്ത് നിർത്തും. അതുകൊണ്ട് കിബിർ വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാൻ നമ്മൾ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. പിശാച് ആദ്യം നമ്മളുടെ കഴിവുകളുടെ അപരിമേയമായ നമ്മളുടെ നേട്ടങ്ങളെ കുറിച്ച് ഒരു അമിതമായ ഇൻഫ്ലേറ്റഡ് ആയ ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നു. അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സത്യമാർഗം നമ്മളിൽ നിന്ന് തടയപ്പെടുന്ന വിധത്തിൽ നമ്മൾ അഹന്തയുള്ളവരായി മാറുന്നു. ഇപ്പൊ യൂറോപ്പ് വലിയ മുന്നേറ്റം നടത്തി പല കാര്യങ്ങളിലും, നമ്മളത് കാണുന്നുണ്ട്. ഈ മുന്നേറ്റം നടത്തിയത് അവർക്ക് ജീവിത വിജയം ഉണ്ടാകുന്ന വിധത്തിൽ സത്യം തിരിച്ചറിയാൻ പ്രയോജനപ്പെട്ടോ? വളരെ വിരളമായ ആളുകളുടെ കാര്യത്തിൽ ഒഴികെ അവർക്കത് ആത്യന്തികമായി നഷ്ടമാണ്. അവരില് ബഹുഭൂരിപക്ഷവും നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന ആളുകളായിട്ടാണ് മരിച്ചു പോകുന്നതും പോയിക്കൊണ്ടിരിക്കുന്നതും പോയിട്ടുള്ളതും. അപ്പോ അത് വിജയമായോ പരാജയമായോ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് അവനെ അങ്ങ് വിട്ടുകളഞ്ഞിട്ട് സ്വന്തം നിലക്ക് സ്വന്തം കാലിൽ നിന്ന് എല്ലാം നേടിക്കളയാം എന്നൊന്നും മനുഷ്യന് പറയാൻ കഴിയില്ല. ഔട്ട് ആൻഡ് ഔട്ട് മനുഷ്യന്റെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരാണ്. ഈ പറയുന്ന ശാസ്ത്ര മുന്നേറ്റങ്ങൾ നടത്തിയ ആളുകൾ തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുങ്ങി എണീറ്റ് വരാം എന്ന് കരുതിയിട്ട് ഒന്ന് പുഴയിൽ പോയിട്ട് ഊളിയിട്ട് മുങ്ങി എന്ന് കരുതുക. ഒരു നിർണിത സമയം അയാൾക്ക് ഇങ്ങ് പൊങ്ങാൻ കഴിഞ്ഞില്ല. എന്തെങ്കിലും കാരണത്താൽ അയാൾക്ക് വെള്ളത്തിൽ മുങ്ങിയ സമയത്ത് ശ്വാസം കിട്ടുന്ന വിധത്തിലുണ്ട് ഉയർന്നു വരാൻ പറ്റിയില്ല എന്ന് വെക്കുക. കുറഞ്ഞ സെക്കൻഡ്സ് ഉണ്ടാവാമല്ലോ അതുപോലെയുള്ള സംഭവങ്ങള്. അതുപോലെ അത് തീർന്നു. അയാളുടെ കഴിവും സാധ്യതയൊക്കെ ഉണ്ടായിട്ട് ആ വെള്ളത്തിൽ നിന്ന് തല പൊക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അയാൾ അങ്ങ് മരിച്ചു പോവുകയാണ്. വലിയ ബഹിരാകാശ മണ്ഡലങ്ങളെ കീഴടക്കി വന്ന ആളുകള് റോഡില് ബൈക്ക് ഓടിച്ചോ കാർ ഓടിച്ചോ പോകുമ്പോ അവിചാരിതമായി എതിരെ വന്ന ഒരു വാഹനം ഇങ്ങോട്ട് ഇടിച്ചു കഴിഞ്ഞാൽ തീർന്നു. അത്രയേ ഉള്ളൂ. മനുഷ്യൻ അത്രയും ദുർബലമായ ഒരു പ്രതലത്തിലാണ്, വളരെ വൾണറബിൾ ആണ് എന്നതാണ് യാഥാർത്ഥ്യം. അവന്റെ മരണവും അവന്റെ ഒടുക്കവും ഒക്കെ തന്നെ അവനോട് ഒട്ടി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. എവിടെയാണ് മനുഷ്യന് അഹങ്കരിക്കാൻ വകുപ്പുള്ളത്? പക്ഷെ എന്ത് നേട്ടം കൈവരിക്കുമ്പോഴും പിശാച് മനസ്സിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ ഇൻഫ്ലേറ്റഡ് ആയ ധാരണ അവരുടെ കഴിവുകളുടെ പേരിൽ, അവരുടെ കർമ്മങ്ങളുടെ പേരിൽ, അവരുടെ നേട്ടങ്ങളുടെ പേരിൽ അത് ഭയങ്കര ആകർഷകമാക്കി കാണിച്ചു കൊടുത്ത് അഹന്ത ഉള്ളവരാക്കി മാറ്റുകയാണ്. സ്വാഭാവികമായിട്ട് ഫസദ്ദഹും അനിസ്സബീൽ. അങ്ങനെ പിശാച് അവരെ സത്യമാർഗത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. വക്കാനു മുസ്തബ്സിരീൻ. എന്നാൽ അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവര് നല്ല മുസ്തബ്സിറുകളായിരുന്നു. നല്ല ഉൾക്കാഴ്ചയും കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് ഗഹനമായിട്ട് മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിരുന്ന കൂട്ടർ തന്നെയാണ്. അവര് ബുദ്ധിയില്ലാത്തവരോ വിവേകമില്ലാത്തവരോ ഒന്നും ആയിരുന്നില്ല. കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിഞ്ഞിരുന്ന ആളുകളാണ് ഈ വമ്പൻ പതനത്തിലേക്ക് പോയിട്ടുള്ളത്. ഇവര് കഴിവില്ലാത്തവരോ ബുദ്ധിമാന്യമുള്ളവരോ എന്തെങ്കിലും IQ കുറഞ്ഞവരോ ഒന്നും ആയതുകൊണ്ടൊന്നുമല്ല.
ഇവര് നല്ല ഐക്യം ഉണ്ടായിരുന്ന, നല്ല കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്ന, നല്ല അപഗ്രഥന പാടവം ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. വക്കാനു മുസ്തബിസുരീൻ, അവര് നല്ല ബസീറത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്. കാര്യങ്ങളുടെ മറഞ്ഞു കിടക്കുന്ന തലങ്ങളെ അത് കാണാതെ തന്നെ കണ്ടെത്താനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നതാണ് ബസീറത്ത് എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ കാണുന്നത് എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ് ആയിരിക്കും. പക്ഷെ കാണുന്നത് വെച്ച് കാണാതെ മറഞ്ഞു കിടക്കുന്നതിനെ മനസ്സിലാക്കാനുള്ള കഴിവാണ് ബസീറത്ത്. ഇത്രയും വലിയ കഴിവൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇങ്ങനെ പിശാച് അവരിൽ അഹന്ത ജനിപ്പിക്കുകയും അത് കാരണമായിട്ട് സത്യമാർഗത്തിലേക്ക് വന്നു ചേരാൻ കഴിയാതെ പോവുകയും ചെയ്തിട്ടുള്ളത്. ആദിന്റെയും സമൂദിന്റെയും കാര്യത്തില് അതുവരെയുള്ള ലോകം, മനുഷ്യോൽപത്തി മുതൽ ആ കാലഘട്ടം വരെയുള്ള മനുഷ്യ തലമുറകളുടെ കൂട്ടത്തില് ഏറ്റവും വലിയ ഭൗതികമായ നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ അത് അവരെ അഹങ്കാരികളാക്കി മാറ്റി, സത്യം കണ്ടെത്തുകയും അത് അന്വേഷിച്ച് തേടിപ്പിടിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്ന ഒരു നിലപാട് അവരിൽ ഇല്ലാതെയാക്കി. അതിന്റെ ഫലമായിട്ട് അവർക്ക് സത്യം നിഷിദ്ധമാക്കപ്പെട്ടു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. തുടർന്ന് അള്ളാഹു പറയാണ്, ഇനി ഖാറൂന വ ഫിറഔന വ ഹാമാൻ, ഖാറൂന്റെയും ഫിറഔന്റെയും ഹാമാന്റെയും കാര്യം എടുക്കുക. മൂന്നാളുകളെയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. നേരത്തെ ഇത് സംബന്ധമായി നമ്മൾ ചർച്ച ചെയ്തു ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ. വ ഖാറൂന വ ഫിറഔന വ ഹാമാൻ, ഖാറൂൻ ഫിറൗന്റെ കാലഘട്ടത്തിലെ ബനു ഇസ്രായേൽ സമൂഹത്തിലെ അതിസമ്പന്നനായ ഒരാളായിരുന്നു. നമ്മൾ ഖാറൂനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഖുർആൻ തന്നെ അദ്ദേഹത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ഖാറൂന് മിൻ ഖൗമി മൂസ എന്ന ഒരു പരാമർശം നമ്മൾ കണ്ടതാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ജനതയിൽപ്പെട്ട ആളായിരുന്നു ഖാറൂൻ. അള്ളാഹു അയാൾക്ക് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഇട്ട് മൂടാൻ വേണ്ട സ്വർണവും അതുപോലെ സമ്പത്തും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. താക്കോൽ കൂട്ടങ്ങള്, അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ നിധി ശേഖരങ്ങള് വെച്ചിരിക്കുന്ന ഇടങ്ങളുടെ കതകുകൾക്കുള്ള പൂട്ടിന്റെ താക്കോല് പേറാൻ തന്നെ ധാരാളം ആളുകളെയോ ഒട്ടകങ്ങളെയോ ഒക്കെ വേണ്ടിയിരുന്നു. അതിനു മാത്രം സമ്പത്തും ഐശ്വര്യവും ഒക്കെ ആയിരുന്നു ഖാറൂൻ ഉണ്ടായിരുന്നത്. ആ ഖാറൂൻ അതുപോലെ ഫിറഔൻ, എനിക്ക് എന്റെ കൽപ്പന പ്രകാരമാണ്, എന്റെ അനുമതിയോടുകൂടിയാണ് മിസ്റിലെ അരുവികൾ ഒഴുകുന്നത് എന്ന് പോലും പറയാൻ ധാർഷ്ട്യം കാണിച്ച സമഗ്രാധിപതിയായ അതിസ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായിരുന്നു ഫിറഔൻ. ലോകം കണ്ട ഏറ്റവും വലിയ ഫാഷിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ, അതുവരെയുള്ള കാലം. എന്നല്ല പിൽക്കാലത്തേക്കും ഫിറൗനോളം ഒന്നും അഹന്തയിൽ ഉയരാൻ പിന്നീട് വന്ന ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹാമാൻ ഫിറൗന്റെ ഒരു വലങ്കയ്യായി നിന്നിരുന്ന ഫിറൗന്റെ മന്ത്രി ഒക്കെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫിറൗന് വേണ്ടി വലിയ സൗധം പണിതു കൊടുക്കാൻ, വലിയ ഗോപുരം പണിതു കൊടുക്കാൻ ഫിറൗൻ ആവശ്യപ്പെടുന്നുണ്ട് ഹാമാനോട്. ഞാനൊന്ന് കയറി നോക്കട്ടെ, ആകാശത്തിലേക്ക് എത്തി നോക്കട്ടെ, അവിടെ എങ്ങാനും മൂസായുടെ ദൈവം ഇരിപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹാമാനോട് ഒരു വലിയ ഗോപുരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഫിറൗൻ പറയുന്നുണ്ട്. കളിയാക്കിയതാണ് മൂസ അലൈഹി ഇസ്ലാമിനെയും മൂസ അലൈഹി ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ദൈവിക ആദർശത്തെയും കളിയാക്കിക്കൊണ്ടാണ് ഫിറൗൻ അങ്ങനെ പറയുകയുണ്ടായത്. അതിന് ഹാമാനോടാണ് പറയുന്നത് അത്രയും ഉയരമുള്ള ഒരു ഗോപുരം ഉണ്ടാക്കി കൊടുക്കാൻ. എന്തായാലും ഈ മൂന്ന് പേര് വലഖദ് ജാഅഹും മൂസ ബിൽ ബയ്യിനാത്ത്, മൂസ ഇവരുടെ അടുക്കലേക്ക് നല്ല തെളിമയുള്ള ദൈവിക ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് കടന്നു ചെന്നത്. വലഖദ് ജാഅഹും മൂസ അവരിലേക്ക് വരികയുണ്ടായി ബിൽ ബയ്യിനാത്ത്, വളരെ തെളിമയുള്ള വ്യക്തതയുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ട്. ഫസ്തക്ബറു, പക്ഷെ അവരെന്താ ചെയ്തത്? വലിയ കിബറുള്ളവരായി മാറി. ദൈവിക ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ, അത് ബോധ്യപ്പെടുമ്പോൾ മനുഷ്യൻ വിനയമുള്ളവരായി മാറുകയും ആ സത്യം ഉൾക്കൊള്ളുകയുമാണ് ചെയ്യേണ്ടത്. പക്ഷെ ഈ മൂന്നാളുകൾ അവർക്ക് അള്ളാഹു നൽകിയിരുന്ന വിശിഷ്ടമായ കഴിവുകളുടെയും സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ കാരണത്താൽ അവർ അള്ളാഹുവിനെ മറന്നു ധിക്കാരികളായി ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ മുന്നിൽ
അവര് കിബർ കാണിക്കുന്നവരായി മാറി. അങ്ങനെ ഫസ്തക്ബറു ഫിൽ അർള്, ഭൂമിയിൽ വലിയവന്മാരായിട്ടാണ് അവര് നിഗളിപ്പ് നടത്തി നടന്നത്. കിബർ കാണിച്ചുകൊണ്ട് ഞാനാണ് കബീർ, ഞാനാണ് വലിയവൻ എന്ന നിലക്കാണ് അവരുടെ നടത്തം. ഭൂമിയിൽ മറ്റുള്ളവരെയൊക്കെ ചവിട്ടി മെതിക്കുന്ന വിധത്തിലോ നിസ്സാരന്മാരായിട്ട് കാണുന്ന വിധത്തിലോ ഒക്കെ ആയിരുന്നു അവരുടെ ഭാവം. ഫസ്തക്ബറു ഫിൽ അർള് വമാ കാനൂ സാബിഖീൻ, എന്നാൽ അവര് നമ്മെ അങ്ങ് മറികടക്കുന്നവരൊന്നും ആയിരുന്നില്ല കേട്ടോ. അള്ളാഹു പറഞ്ഞു വെക്കുകയാണ്. സാബിഖ് എന്ന് പറഞ്ഞാൽ മുൻകടക്കുന്നവൻ എന്നാണ് അർത്ഥം. അള്ളാനെ ഒരാളെ തോൽപ്പിച്ചിട്ട് അയാളെക്കാളും മുന്നിലെത്തുന്ന ആളാണ് സാബിഖ്. മുസാബക്കത്ത് എന്ന് പറയും. നമ്മളുടെ ഈ ഓട്ടപ്പന്തയത്തിനൊക്കെ മത്സരിച്ചോടി ആര് മുന്നിലെത്തും എന്ന് തീരുമാനിക്കപ്പെടുന്ന മത്സരം ഉണ്ടല്ലോ, അതിനാണ് മുസാബക്കത്ത് എന്ന് പറയുക. അതൊക്കെ ഈ വാക്കിന്ന് വരുന്നതാണ്. സബഖ എന്ന് പറഞ്ഞാൽ മുൻകടന്നു എന്നാണ്. വലല്ലയില് സാബിഖുൻ നഹാർ എന്ന് ഖുർആനിൽ കാണാൻ കഴിയും. പകലിനേക്കാൾ മുന്നേ വരുന്ന ഒരു സംഗതിയല്ല രാവ് അല്ല ആദ്യം എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ സാബിഖ് എന്ന് പറഞ്ഞാൽ മുന്നിലാവുക, അതിജയിക്കുക, മുൻകടക്കുക എന്നൊക്കെയാണ്. ഒമാക്കാനു സാബിഖീൻ, അവര് നമ്മെ മുൻകടക്കുന്നവരായിരുന്നില്ല, നമ്മെ തോൽപ്പിച്ച് അങ്ങ് മുന്നേറിക്കളയുന്നവരൊന്നും ആയിരുന്നില്ല. അവരുടെ ഓരോ ചുവടുവെപ്പും നമ്മെ ആശ്രയിച്ചുള്ളതാണ് കൂട്ടരെ. നാം ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ അവരുടെ കാല് എടുത്ത് മുന്നോട്ട് വെക്കാൻ കഴിയില്ല അവർക്ക്. അത്രയും അവരെ നമ്മെ ആശ്രയിച്ചുകൊണ്ടാണുള്ളത്. ഇത് പക്ഷെ അവർക്കറിയോ? അവര് ഭയങ്കര അഹന്തയിലാണ്. അവരുടെ നേട്ടങ്ങളുടെ പേരിൽ ഈജിപ്തിലെ നദികൾ ഒഴുകുന്നത് എന്റെ കാൽച്ചുവട്ടിലൂടെയാണ്, ഞാൻ കൽപ്പിച്ചാൽ ഒരാൾ ജീവിക്കും, ഞാൻ കൽപ്പിച്ചാൽ ഒരാൾ മരിക്കും, ഞാനാണ് എല്ലാറ്റിന്റെയും അധിപൻ, എന്നെ ഗൗനിച്ചുകൊണ്ടല്ലാതെ ഒരാളും ഈജിപ്തിൽ എവിടെയുണ്ടാകാൻ പാടില്ല എന്നൊക്കെയുള്ള വിധത്തിൽ അഹങ്കരിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവരെ കിബർ കാണിച്ച് ഭൂമിയിലെ വലിയ അഹങ്കാരികളായിട്ട് ജീവിക്കുന്ന അവസ്ഥയായി. ഒമാക്കാനു സാബിഖീൻ, എന്നാൽ അവരൊന്നും തന്നെ നമ്മെ മറികടക്കുന്നവരായിരുന്നില്ല, നമ്മെ തോൽപ്പിച്ചു കളയുന്നവരായിരുന്നില്ല. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി, എല്ലാവരെയും നാം അവരുടെ കുറ്റകൃത്യങ്ങൾ കാരണമായി പിടികൂടുകയുണ്ടായി. ഓരോരുത്തർക്കും ഒരു കുറ്റകൃത്യത്തിന്റെ ഭാണ്ഡമുണ്ട് മുതുകത്ത്. ആ വിധത്തിൽ നാം അവരെ പിടികൂടി. വഫകുല്ലൻ അഖദ്നാ, ഓരോരുത്തനെയും നാം പിടികൂടി, ബിദംബിഹി, അവന്റെ പാപഭാരം പേറുന്ന അവസ്ഥയിലായിട്ട്. ഫമിൻഹും, അവരിലുണ്ട്, മൻ അർസൽനാ അലൈഹി ഹാസിബ, വലിയ ചരൽക്കാറ്റ് അയച്ചുകൊണ്ട് നാം പിടികൂടിയ കൂട്ടർ അവരുടെ കൂട്ടത്തിലുണ്ട്. ആദ്യ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമാണത്. 7 രാത്രികളും 8 പകലുകളും തുടർച്ചയായിട്ട് ചരൽക്കാറ്റ് അടിച്ച് വീശുകയായിരുന്നു ആദ്യ സമൂഹത്തിന്റെ അധിവാസ കേന്ദ്രങ്ങളിൽ. അങ്ങനെ ആ സമൂഹത്തിൽ ഒരാൾ പോലും അവശേഷിക്കാത്ത വിധത്തിൽ നശിച്ചൊടുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ, ഈ അഹങ്കാരം കാണിച്ച ആളുകളുടെ കൂട്ടത്തില്, മൻ അർസൽന അലൈഹി ഹാസിബ, നാം ഈ വലിയ ചരൽക്കാറ്റ് തുടരെ അയച്ചുകൊണ്ട് നശിപ്പിച്ച സമൂഹം ഇവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ അഖദതുഹു സ്വൈഹ, അതിഘോര ഗർജനം പിടികൂടിയ ഒരു കൂട്ടരും അവരുടെ കൂട്ടത്തിലുണ്ട്. സമൂത് സമൂഹത്തെയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നതെന്ന് കാണാൻ കഴിയും. ഒരു സ്വൈഹത്ത് അവരെ പിടികൂടി. അവരൊക്കെയും തന്നെ പ്രജ്ഞയറ്റവരായി വീണ് കിടന്നു. വലിയ ഈത്തപ്പന വെട്ടിയിട്ട പോലെയാണ്, അല്ലെങ്കിൽ വലിയ പന ആയിട്ട് ആകാശം മുട്ടി നിൽക്കുന്ന ഭീമാകാരങ്ങളായ മരങ്ങള്, പന പോലെയുള്ള വൃക്ഷങ്ങള് വെട്ടിയിട്ട പോലെ വീണ് കിടക്കുകയായിരുന്നു സമൂത് ജനതയിലെ ആളുകള് എന്നാണ് ഖുർആൻ മറ്റൊരിടത്ത് അതിനെ കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. വമിൻഹും മൻ അഖദതുഹു സ്വൈഹ, ഘോര ശബ്ദം, ഘോര ഗർജനം പിടികൂടിയ കൂട്ടരും അവരിലുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള, ഭൂമിയിലേക്ക് നാം അങ്ങ് ആഴ്ത്തിക്കളഞ്ഞ കൂട്ടരും അവരുടെ കൂട്ടത്തിലുണ്ട്. അത് ഹാമാനെ കുറിച്ചുള്ള പരാമർശമാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേറൊരിടത്ത് അങ്ങനെ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നേരത്തെ പിന്നിട്ട ഭാഗത്ത്. അപ്പോ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള
ഭൂമിയെ, അവർ നിലക്കൊണ്ടിരുന്ന ഭൂപ്രദേശത്തെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞ ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഹാമാനും ഖാറൂനാണ്. ഖാറൂന്റെ സമ്പത്ത് ഐശ്വര്യങ്ങളൊക്കെയും ഒന്നാകെ ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തപ്പെട്ട സംഭവം നമ്മൾ നേരത്തെ കണ്ടു. ആ സംഭവത്തെ പരാമർശിക്കുകയാണ് അല്ലാഹു. വമിൻഹും മൻ അഗ്റഖ്ന, അവരുടെ കൂട്ടത്തില് നാം മുങ്ങിച്ചാവാൻ ഇടവരുത്തിയവരും ഉണ്ട്. ഫിറൗനും ഹാമാനും ഒക്കെ ആ ഗണത്തിലാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോ വമിൻഹും മൻ അഗ്റഖ്ന, നാം മുങ്ങി മരിക്കാൻ സാഹചര്യം ഒരുക്കിയ കൂട്ടർ, മുക്കിക്കൊന്നവര്, അങ്ങനെ ഒരു കൂട്ടർ. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു അവരോട് ഒരു ദുൽമും ചെയ്തിട്ടില്ല കേട്ടോ. ഈ കൂട്ടരൊക്കെയും അവരുടെ ദുഷ്ചെയ്തികൾ കാരണമായിട്ട് ദുരന്തം ഏറ്റുവാങ്ങുകയായിരുന്നു. അവര് നിഷ്കളങ്കരായിരിക്കെ, നിരപരാധികളായിരിക്കെ അള്ളാഹു അക്രമപരമായി അവരെ പിടികൂടിയതല്ല. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, നമ്മൾ പറയാറുണ്ടല്ലോ ഗാന്ധിജി ഓട്ടോറിക്ഷ ഇടിച്ചു മരിച്ചതല്ല എന്നൊക്കെ. അതേപോലെയുള്ള ഒരു അവസ്ഥയാണ് ഇവരുടേത്. ഇവരാരും നിഷ്കളങ്കരും നിഷ്കപടരും ഒക്കെയായി നല്ല മനുഷ്യരായി തെളിമയുള്ള ആളുകളായി ജീവിച്ച ഘട്ടത്തിൽ അള്ളാഹ് അവരോട് അക്രമം ചെയ്തതൊന്നും ആയിരുന്നില്ല. അവരുടെ അക്രമ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് തന്നെ അവരുടെ കെടുതി, അവരുടെ ദുരന്തം വന്നു ചേരുകയായിരുന്നു. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു അവരോട് ഒരു ദ്രോഹവും ചെയ്തതല്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, മറിച്ച് അവരോട് തന്നെ ദ്രോഹം ചെയ്യുകയായിരുന്നു. അവരുടെ ദുരന്തം വിളിച്ചു വരുത്തിയത് അവര് തന്നെയാണ്. അവരുടെ ഏറ്റവും വലിയ ആഖിബത്ത് അവർ ഏറ്റുവാങ്ങേണ്ടി വന്നത്, ഏറ്റവും ദുരന്തപൂർണമായ പര്യവസാനം അവർക്കുണ്ടായത്, അത് അവർ സ്വയം വിളിച്ചു വരുത്തിയ, അവരുടെ മേൽ സംഭവിക്കാൻ കാരണമാക്കി തീർത്ത കാര്യങ്ങൾ തന്നെയാണ്. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവരോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു. അള്ളാഹു അവരോട് അക്രമം ചെയ്തിട്ടില്ല. അവരുടെ ചെയ്തികൾ കാരണമായിട്ട് തന്നെ അവര് ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അൻകബൂത്തിലെ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ചില വിശദാംശങ്ങൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് ഉണ്ടാകാം. വിട്ടുപോയത് വല്ലതും ഉണ്ടെങ്കിൽ അടുത്ത ദിവസം അത് ചേർത്ത് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.